കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്നും ബീഹാറിലേക്ക് പോയത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാർത്തയിലേക്ക് വരാം. മലയാളക്കരയെ നെഞ്ചോട് ചേർത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് യാത്ര തിരിച്ചു. ഇന്നലെ കൊച്ചിയിൽ ഔദ്യോഗികമായി ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ച ശേഷമാണ് ഗവർണറുടെ മടക്കം. പിണറായി സർക്കാരിൻ്റെ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും സന്ധിയില്ലാ പോരാട്ടം നടത്തിയ ആരിഫ് മുഹമ്മദ് ഖാന് വീരോചിതമായ യാത്രയപ്പാണ് കേരള ജനത നൽകിയത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഇത്ര ജനകീയനായ ഒരു ഗവർണർ, പ്രതിപക്ഷ നേതാവിനെ പോലെ എല്ലാ തെറ്റുകളും കൃത്യമായി ചൂണ്ടിക്കാട്ടുന്ന വളരെ തൻ്റെ ഇടമുള്ള ഒരു ഗവർണർ എന്നുള്ള നിലയിലാണ് ആരിഫ് മുഹമ്മദ് ഖാനെ സാധാരണക്കാർ പോലും വിശേഷിപ്പിക്കുക. അദ്ദേഹത്തിന് സർക്കാർ ഔദ്യോഗിക യാത്രയപ്പൊന്നും നൽകിയില്ല എങ്കിൽ പോലും ജനങ്ങളുടെ ഒരു യാത്രയപ്പ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അവർ ആ നിലയിൽ തന്നെ അദ്ദേഹത്തിന് ആദരവ് നൽകി. ഇന്നലെയാണ് അദ്ദേഹം ഔദ്യോഗികമായി രാജ്ഭവനിൽ നിന്നും യാത്രയായത്. പിന്നീട് കൊച്ചിയിലെത്തി ഉപരാഷ്ട്രപതിയെ കൂടി സ്വീകരിച്ച ശേഷമാണ് അദ്ദേഹം കേരളത്തെക്കാൾ ഇരട്ടി വലിപ്പമുള്ള ബീഹാറിൻ്റെ ഗവർണറായി അദ്ദേഹം മടങ്ങിയത്. കൂടുതൽ വിവരങ്ങൾ ടിൻഡു. വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ സ്വജനപക്ഷപാതത്തിനെതിരെ സന്ധിയില്ലാതെ പോരാടിയ ഒരു ഗവർണർ തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തെ പ്രവർത്തനങ്ങൾ വളരെ വിജയകരമായി പൂർത്തിയാക്കി ഇന്നലെ കേരളം വിട്ടു. ഇന്നലെ രാജ്ഭവനിൽ അദ്ദേഹത്തിന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും രാജ്ഭവനിലെ ജീവനക്കാരുമാണ് അദ്ദേഹത്തിന് ഒരു യാത്രയയപ്പ് നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി എത്തിയത് ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും മാത്രമാണ് എത്തിയിരുന്നത്. പക്ഷേ എന്നിരുന്നാലും സംസ്ഥാനത്ത് ഇത്രയധികം ജനകീയ വിഷയങ്ങൾ ഇടപെട്ട ഒരു ഗവർണർ സമീപകാലത്ത് ഉണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി തന്നെ അദ്ദേഹം ഇടപെട്ട് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിൽ സജീവമായിട്ട് അദ്ദേഹത്തിന് ഇടപെടാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവരുടെ വീടുകളിൽ എത്തി നേരിട്ട് അവർക്ക് ആശ്വാസം പകരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ആമേഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ അവസാനമായി നീതി നിഷേധിക്കപ്പെട്ട അമ്മു സജീവന്റെ വീട്ടിലാണെങ്കിലും അതോടൊപ്പം തന്നെ SFI പ്രവർത്തകരുടെ ക്രൂര ആക്രമണത്തിന് ഇരയായി മരിക്കപ്പെട്ട സിദ്ധാർത്ഥിന്റെ വീട്ടിലും അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട ഓരോ ആളുകളുടെ വീട്ടിലും ചെന്ന് അവർക്ക് വളരെ ആശ്വാസം പകരുകയും അവരോടൊപ്പം കൂടെ നിൽക്കുകയും ചെയ്ത ഒരു ഗവർണറായിരുന്നു നമ്മൾ കണ്ടത്. സമീപകാലത്ത് അത്തരത്തിലൊരു ജനകീയനായിട്ടൊരു ഗവർണർ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. ഒരു പക്ഷേ സിദ്ധാർത്ഥിന്റെ കേസിലാണെങ്കിൽ വളരെ കാര്യക്ഷമമായി ഇടപെടുകയും അതോടൊപ്പം തന്നെ വെറ്ററിനറി സർവകലാശാലയിലെ നിയമനങ്ങളിലും അതോടൊപ്പം തന്നെ വെറ്ററിനറി സർവകലാശാലയിലെ ഡീനും അതോടൊപ്പം തന്നെ VC ഒക്കെ എതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാനും അതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കാനും ഒക്കെ ഗവർണറിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നീതി നിഷേധിക്കപ്പെട്ടവരുടെ കൂടെ എപ്പോഴും ഗവർണറുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നീട് പറയേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ സ്വജനപക്ഷപാതമാണ്. ഈ സംസ്ഥാന സർക്കാരിന്റെ പല ഇത്തരത്തിലുള്ള ഇടപെടലുകളിലും വളരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഗവർണറിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2022 അല്ലെങ്കിൽ 2 വർഷങ്ങൾക്ക് മുമ്പുള്ള കണ്ണൂർ സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് വരുന്ന തർക്കങ്ങൾ ഒരുപക്ഷെ ആ കാലയളവിന് മുന്നേ ഇത്തരത്തിൽ കേരളത്തിൽ ഒരു സർവകലാശാലകളിലെ VCയെ നിയമിക്കുന്നതും സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിയമിക്കുന്നതും ഒക്കെ ഒരു സാധാരണക്കാരന് അറിയാവുന്ന വിഷയമായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറം ഒരു ജനങ്ങൾക്ക് അറിയാവുന്ന വിഷയമായിരുന്നു. പക്ഷെ ആ വിഷയങ്ങളിൽ പോലും അദ്ദേഹം എടുത്ത നിലപാടാണ് ഒരുപക്ഷെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഇത്രയും ജനകീയനാക്കിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഭംഗിയായി അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കാൻ കഴിഞ്ഞു. മലയാളികളോട് മലയാളത്തിൽ തന്നെ ആശംസകൾ അറിയിച്ചു. ഏറ്റവും ധീരനായ ഒരു ഗവർണർ എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും വിനോദ്. കാരണം SFIയുടെ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ SFI വെല്ലുവിളിച്ച സമയം മിഠായി തെരുവിലൂടെ നെഞ്ചു വിരിച്ച് നടന്ന ഒരു ഗവർണർ കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ.